പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡാണ് നമ്മൾ ആദ്യം ഇവിടെ കൊടുക്കാൻ പോകുന്നത്. സോ എനി ഗെസ്സസ്? യെസ് അല്ല, ഗെസ് യൂസ് എന്താണ് ഗെസ്? ഓക്കെ, പിടിച്ചോളൂ. സോ പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡിന് ഇതിന് മറ്റൊരു സെക്കൻഡ് തോട്ടിന്റെ ആവശ്യമില്ല തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് വളരെയേറെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും വേദിയിലേക്ക് ആദ്യത്തെ അവാർഡ് സ്വീകരിക്കാനായി ക്ഷണിക്കുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ ക്രൗഡ് വന്നതും ഏറ്റവും കൂടുതൽ വൈബ് ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് ഇവിടെ നിൽക്കുന്നത്. ഹൈലൈറ്റ് പറഞ്ഞത് മാത്രമല്ല, ടോവിനെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിലും വൈബായിട്ട് റോബിൻ വന്നപ്പോഴാണ് കോഴിക്കോടുള്ള ചില സംസാരം. ഇപ്പോഴും സ്റ്റിൽ ആ ഒരു വൈബ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. എല്ലാവർക്കും നമസ്കാരം. സോ അപ്പം കാലിക്കറ്റ് ഹൈലൈറ്റ് മോളിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം 2022 വന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് ശേഷം ഇത്രയും ക്രൗഡിന് ഞാൻ ഫേസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണാറുണ്ട്. പിന്നെ പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് 2024 കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ, ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റി. സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൽ എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആണ്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് മുന്നേ തന്നെ അധികം ആൾക്കാർക്ക് അറിയത്തില്ല. ബിഗ് ബോസിന് ശേഷമാണ് പലർക്കും അറിയുന്നത്. നിങ്ങളുടെയൊക്കെ ഹാർഡ് വർക്കും നിങ്ങളുടെയൊക്കെ ഡെഡിക്കേഷനും കാരണം നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയതിൽ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷനിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഗുണകരമാകട്ടെ. ആൻഡ് കേരള ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് 2024 പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷപ്പെടുന്നു. ആൻഡ് ഒരു കാര്യം, എനിക്ക് സത്യം പറയാം, ബിഗ് ബോസിന് ശേഷം എൻ്റെ ഫെയിം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഫോൾട്ട് എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടുണ്ട്. അതെല്ലാം ശരിയാക്കി ഒരു ബെറ്റർ പേഴ്സൺ, നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ബോബി സർ, ഇത്ര എനർജറ്റിക് ആയിട്ടുള്ളൊരു ആളിനെ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് സാറിന് കയ്യിൽ ഈ അവാർഡ് വാങ്ങാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു.